ദാരുശില്പങ്ങളിലൂടെ രാമായണ കഥ ഭക്തരിലേക്ക് പകരുന്ന ദേവസ്ഥാനമാണ് ഹരിപ്പാട് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ വലിയ ബലിക്കൽപുരയുടെ മുഖപ്പിൽ കൊത്തിവെച്ചിരിക്കുന്ന ദാരുശില്പങ്ങൾ രാമായണ കഥ പറയുന്നുണ്ട്. ഭക്തമനസ്സുകളിൽ രാമായണത്തിന്റെ പുണ്യം ദാരുശില്പങ്ങളിലൂടെ പകരുകയാണ് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീരാമ പട്ടാഭിഷേകം, സീതാ സ്വയംവരം, ഹനുമാന്റെ ലങ്കാമർദ്ദനം, സുഗ്രീവ ബാലി യുദ്ധം, രാമരാവണ യുദ്ധം എന്നിവ ക്ഷേത്രത്തിലെ ബലിക്കൽപുരയുടെ മുഖപ്പിൽ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു. അഗ്നിബാധയുണ്ടായ ക്ഷേത്രം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് പുതുക്കി പണിതത്. അക്കാലത്ത് തന്നെയാണ് ദാരുശില്പങ്ങളും പണി കഴിപ്പിച്ചത്. വിവിധ തട്ടുകളിലായി 120-ൽ പരം ഭാഗങ്ങളായാണ് രാമായണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ദാരുശില്പ രൂപത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേജർ ക്ഷേത്രങ്ങളിലൊന്നായ ഏവൂരിലെ ദാരുശില്പങ്ങൾക്ക് കാലോചിതമായ സംരക്ഷണം നൽകണമെന്നാണ് ഭക്തരുടെ ആവശ്യം. അധ്യാത്മ രാമായണ കഥ കുത്തിവെച്ച് നമ്മളെ ദർശിപ്പിച്ചിരിക്കുന്ന ആ ഒരു അനുഭവം മറ്റെങ്ങും ദർശിക്കുവാൻ സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. മറ്റെങ്ങും കാണുകയില്ല. ഇത് ഇന്നും യാതൊരുവിധ കേടും കൂടാതെ ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. അത് ഇനിയും കാലങ്ങളോളം കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. എത്രമാത്രം തീവ്രമായിട്ടുള്ള ആഗ്രഹം, ഇച്ഛാശക്തിയുടെ ഉണ്ടാകാം ഇതിൻ്റെ പിന്നിൽ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ശ്രീരാമനും ദശരഥനും സീതയും രാവണനും ഹനുമാനും അടക്കം രാമായണ കഥാപാത്രങ്ങളെല്ലാം ദാരുശില്പ രൂപത്തിലുണ്ട്. രാമായണത്തിനൊപ്പം കിരാത കഥയും നാലമ്പലത്തിനുള്ളിലെ മുഖമണ്ഡലത്തിന്റെ മുഖപ്പിൽ കാണാം. കൂടാതെ ഭാഗവതവും ദാരുശില്പ രൂപത്തിൽ ഇവിടെ ദൃശ്യമാണ്. ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.